അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പഠനക്കാരൻ ആബിദ് മമ്മേലിച്ചാൻ്റെ ഒരു മറുപടി കേൾക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാരും പ്രബോധകരുമൊക്കെ ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്ന് നിരന്തരം കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം പല പ്രഭാഷണങ്ങളുടെയും പല ഭാഗങ്ങളും കട്ടുമുറിച്ച് പുരോഹിതന്മാർ പ്രചരിപ്പിച്ചത് കൊണ്ടുവന്ന് അതേപടി അതിൻ്റെ സത്യമെന്താണ് എന്നൊന്നും നോക്കാതെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഈ ഉള്ളവൻ കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പ് കയ്യോടെ പിടികൂടുകയും അത് അദ്ദേഹത്തിന് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിന് പരസ്യമായി മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വന്നു. കൃത്യമായി വിഷയങ്ങൾ പഠിക്കാതെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണിത്. തെറ്റുപറ്റും, സ്വാഭാവികമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച, എന്നാൽ ഒരുപാട് വർഷം മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ പറയുന്ന നമ്മുടെ ഷംസുദ്ദീൻ പാലത്തിൻ്റെ ക്ലിപ്പ്. അത് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ സംസാരിച്ചതായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ, പിന്നീട് അദ്ദേഹം മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ വന്നു എന്ന് പറയുമ്പോൾ, അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി പഠിക്കാതെയാണ് പല വിഷയങ്ങളും ചർച്ചയ്ക്കിടുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അദ്ദേഹം എനിക്ക് മറുപടി ആയിക്കൊണ്ട് സംസാരിച്ച ചില വിഷയങ്ങളുണ്ട്. അദ്ദേഹം എന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് ഉസ്താദെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാം. അസ്സലാമു അലൈക്കും. റമീൽ ഉസ്താദ് അവരുകളോടും എൻ്റെ വീട്ടം സഹോദരന്മാരോടും മറ്റ് സുഹൃത്തുക്കളോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ റമീൽ ഉസ്താദ് അവരുകൾ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതായത് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോൻ്റെ മറുപടിയായിട്ടാണ് നമ്മൾ റമീൽ ഉസ്താദ് വീഡിയോ ഇറക്കിയത്. ആ വീഡിയോയിൽ എന്നെ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിമർശനം നടത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിമർശനം നടത്തിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങളെ ഞാൻ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒന്നുമല്ല സംസാരിച്ചത്. നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളോട് തിരുത്താൻ പറഞ്ഞുകൊണ്ടും ചില കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾക്കത് വലിയ വിഷമമായിട്ടുണ്ടാകും. വലിയ ആനക്കാര്യം പോലെ നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇറക്കിയിട്ടാകുമ്പോൾ അത് എയറിലാകുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ സ്വാഭാവികമാണ് എന്നെ വിമർശിച്ചു, എന്നെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇത് ആദർശ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ സമയത്ത് ഈ രീതിയിലുള്ള മറുപടികളൊക്കെ വന്ന് എന്ന് വരും. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റിയും കൂടിയും ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകേണ്ടതാണ് എന്നാണ് ആബിദ് മമ്മേലിച്ചാനോട് ആദ്യം തന്നെ പറയാനുള്ളത്. ഞാൻ സംസാരിച്ചതിൽ വല്ല വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമുണ്ടായതിൻ്റെ പേരിലായിരിക്കൂലേ അദ്ദേഹം ആ രൂപത്തിൽ വിമർശനം നടത്തിയത്? വൈരുദ്ധ്യം ഉണ്ടായത് മാത്രമല്ല, വിവരക്കേട് മാത്രമായത് കൊണ്ടാണ് അതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടി കാരണം. എന്താണ് അദ്ദേഹം ഈ വൈരുദ്ധ്യം മനസ്സിലാക്കിയത്? അതൊന്ന് വീണ്ടും വന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ. നീ കഴിഞ്ഞ തവണ എന്നോട് എന്താണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല, ഇല്ലെങ്കിൽ നിൻ്റെ വീഡിയോയിൽ എന്താണ് നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുമായിരുന്നു. വളരെ കൃത്യവും വ്യക്തവുമായി നിങ്ങളുടെ സംസാരത്തെ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുക ഇതൊക്കെയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ സംസാരിച്ചിരിക്കുന്നത്
യാഹിബാദുള്ള ഹയ്യുവിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരമാണ്. അത് മനസ്സിലായി. നിങ്ങൾക്ക് ഈ ആയിബാദുള്ള എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഈ ആയിബാദുള്ള എന്ന ഇത് മാത്രമല്ല, മറ്റ് വിഷയങ്ങളും കൂടി നിങ്ങൾ സംസാരിക്കാനുള്ള താല്പര്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് സാധാരണ നമ്മുടെ വിഡം സുഹൃത്തുക്കൾ, പ്രാസംഗികന്മാർ, പണ്ഡിതന്മാർ ഒക്കെ അവരുടെ നിലപാടാണ് യാഹിബാദുള്ളാഹി ഹയ്യുവിനെ വെച്ചുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല, അത് വസീലത്ത് ശിർക്കുമാണ് എന്ന്. അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കാര്യം പ്രാർത്ഥന എന്ന, ഇല്ലെങ്കിൽ ഒരു അള്ളാഹുവിനോട് തേടേണ്ട ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം അത് സൃഷ്ടികളോട് തേടുമ്പോഴാണ് ശിർക്കാകുക. അതായത് മാലായക്തിറു അലൈഹി ഇല്ല, അള്ളാഹു താലാക്ക് മാത്രം ഖാസായ കാര്യം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് എവിടെയാണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കലുണ്ടാകുന്നത്, ശിർക്ക് സംഭവിക്കുന്ന എവിടെയാണ്. മനസ്സിലായല്ലോ? ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ അതിൽ വസീലത്തിലെ ഷിർക്കും ഹറാമുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അവിടെ എന്താണ്, അദൃശ്യ ശക്തികളാണ് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള അദൃശ്യ ശക്തികളോട് നമുക്ക് സഹായം തേടാനുള്ള അനുവാദമില്ല, അത് ഷിർക്കിലേക്കുള്ളൊരു വഴിയാണ്. ഇപ്പോൾ കബറ് കെട്ടിപ്പൊക്കുക എന്നത് ഷിർക്കിലേക്കുള്ളൊരു വഴിയാണ് എന്നതുപോലെ തന്നെയാണ് ഇതിനെയും വിശദീകരിച്ചിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കണം, നമ്മളിവിടെ ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല, വസീലത്ത് ശിർക്കുമാണ്, ഹറാമുമാണ് എന്നാണ് വിഡം വിവാദത്തിൻ്റെ നിലപാട്. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്ന മുൻകാണൽ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ പ്രബോധകരുടെ നിലപാട് എന്താണ്? ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് വസീലത്തിൽ ഷിർക്കും ഹറാമുമാണ്. ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സംസാരം ശ്രദ്ധിച്ചോ. കാലം മുതൽക്കേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ചർച്ച. അപ്പം അങ്ങനെ ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല, വസീലത്തിൽ ഷിർക്കും ഹറാമുമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഈ യാഇബാദുള്ള ഹയ്യുവിനെ വെച്ചുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്തിട്ടുണ്ട് എന്ന്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സഹീഹാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം അമൽ ചെയ്തിട്ടുണ്ട് എന്നത് കിതാബിലുള്ളതാണ്. അല്ലാണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർ ഓഫീസിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയതോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല. അത് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾക്കൊക്കെ അറിയാവുന്ന. ആദില ബീവിയുടെ ഇത് സംബന്ധമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആദില ബീവി അമൽ ചെയ്തു എന്ന് പറയുന്നു. യായിബാദനെ ന്യായീകരിക്കാനെന്നല്ല ആജർ ആ ബീബി കൊണ്ടുവന്ന് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? യായിബാദനെ ന്യായീകരിക്കാനല്ല. നിങ്ങൾക്ക് ചില വാദങ്ങളുണ്ട്, ആ വാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് ആജർ ആ ബീബിയുടെ സംഭവം, സുലൈമാൻ നബിയുടെ സംഭവമൊക്കെ കൊണ്ടുവരുന്നത്. വെറുതെ എന്തെങ്കിലും വളച്ചൊടിച്ച് മറ്റൊന്നിലേക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വിഷയങ്ങൾ വിശാലമായി പഠിക്കാൻ ശ്രമിച്ചാലേ ഇതെല്ലാം ബോധ്യപ്പെടൂ. നിങ്ങൾക്ക് അതാണൊന്നും മനസ്സിലാകാത്തത്. അപ്പം ഞാൻ ചോദിക്കുന്ന, അങ്ങനെ അവരെ പറ്റിയിട്ട് പറയുമ്പോൾ പിന്നെ സുലൈമാൻ നബിൻ്റെ കഥയും പറയുന്നുണ്ട്. അപ്പം അതങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ മറ്റുള്ളവരെ മുൻഗാമികളായ ആളുകളെ അഹമ്മദ് ബിൻ ഹംബലിനെയും ആജിറ ബീവിയെയും പറ്റി അങ്ങനെ അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും പോയിന്റ് ഇട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ കേൾക്കുന്നവർ. അത് ശരിക്കും പോയിന്റ് ഇട്ട് മനസ്സിലാക്കേണ്ട തന്നെ. അത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾ ഈ വിഷയം. നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങൾ പോയിന്റ് ഇട്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ പോയിന്റ് ഇട്ട് മനസ്സിലാക്കണമെന്ന് മറ്റൊരാളോട് പറയാം. നിങ്ങൾക്കെന്നെ വായിക്ക് തോന്നിയത് കോതക പാട്ട് എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് ഇട്ട് മനസ്സിലാക്കല, വിവരക്കേട് വിളിച്ച് പറയലായിട്ടാണ് മാറല്. അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ വാദം പൊടിയില്ലേ? വസീലത്ത് ഷിർക്കും ഹറാമും എവിടെയാണ്? അത് പൊടിയില്ലേ? അപ്പോൾ വസീലത്ത് ഷിർക്കും ഹറാമും അവർ ചെയ്തെന്ന് വരൂലേ? ഇല്ല, അങ്ങനെ വരില്ല. ആ വിഷയം വേറെയാണ്, ഈ വിഷയമാണ്. അവിടെ ഒന്നെന്താണ്, സഹീഹാണെന്ന നിലക്ക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഒരു കാര്യം ചെയ്തു എന്നാണ് വരുന്നത്. ആജറ ബീവിയുടെ സംഭവം മറ്റൊരു വിഷയമാണ്. മനസ്സിലായല്ലോ? അതും നമ്മൾ ഈ പറയുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ സംസാരിച്ചതിൻ്റെ ഉദ്ദേശം ലക്ഷ്യവും അത് തന്നെയാണല്ലോ. അത് രൂപത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ബടക്കാക്കി തടിക്കാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി. പക്ഷേ നിങ്ങൾ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ, നിങ്ങളിട്ട വീഡിയോയിൽ കുറച്ച് കുറവുണ്ട് സംസാരത്തിൽ.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ശ്വാസം വിടുന്നെടുക്കെല്ലാം വെച്ചിട്ട് സംസാരിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ശ്വാസോച്ഛ്വാസത്തിന് മറുപടി വരാൻ ഞങ്ങളെ കൊണ്ട് തന്നെ പറ്റും. അതിന് നമ്മളെ പണ്ഡിതന്മാരെ ആളെയൊന്നും ആവശ്യമൊന്നുമില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഈ രൂപത്തിൽ മറുപടി വരാതിന് കാരണം നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ടാണ്. അപ്പം ഇവിടെ വൈരുദ്ധ്യം വന്നു എവിടെ? അതായത് വസീലത്ത് ശരിക്കും ഹറാമുമാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ അമൽ ചെയ്തെന്ന് പറയുമ്പം അപ്പം ഇവരെന്തായി? വസീലത്ത് ശരിക്കും ഹറാമും ചെയ്തവരായി. ആര്? ഇമാമികളായിരുന്നാലും അജ്രാബിയായിരുന്നാലും ഒക്കെ ഇനി സുലൈമാൻ നബിനെ ആണ് ഉൾപ്പെടുത്തേണ്ടത്. അതും അങ്ങനെയല്ലേ വരുന്നത്. അപ്പം എന്ത് വരുന്നു? അപ്പം വസീലത്ത് ശരിക്കും ഒഴിവാക്കേണ്ടി വരും. അവർ അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അമൽ ചെയ്യേണ്ടി വരും. ആണോ? അങ്ങനെയാണ് വരുന്നത് എങ്കിൽ, അതായത് ഇപ്പം മൂപ്പർ പറഞ്ഞു വരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾക്ക് വാദം അവർ സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട, അതായത് ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം, മലക്കിൻ്റെ കഴിവിൽപ്പെട്ട, അതായത് സൃഷ്ടി കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വസീലത്തിലും ഷിർക്കും ഹറാമുമാണ് എന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളുടെ വാദം. KNM വാദം എന്താണ്? ജിന്നാണോ എങ്കിൽ ഷിർക്ക്, മലക്കാണോ എങ്കിൽ ഷിർക്ക്. ഇതാണ് KNM ഈ വിഷയത്തിലുള്ള വാദം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ വിസ്ഡം പറയുന്നു വസീലത്തിന് ഷിർക്കും ഹറാമുമാണ് എങ്കിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചെയ്തത് വസീലത്തിനും ഷിർക്കും ഹറാമുമല്ലേ? അതുപോലെ തന്നെ ആജറ ബീബി ചെയ്തത് വസീലത്തിലും ഷിർക്കും ഹറാമുമല്ലേ? സുലൈമാൻ നബി ചെയ്തത് വസീലത്തിലും ഷിർക്കും ഹറാമുമല്ലേ എന്നാണ് മൂപ്പരുടെ ചോദ്യം. എങ്കിൽ സഹോദര, എൻ്റെ പൊന്നാര കാക്ക, നിങ്ങൾ പറയുന്നത് എന്താണ്? ഷിർക്കാണ് എന്നല്ലേ? എന്നാൽ ആജറ ബീബി ചെയ്ത് ഷിർക്കാ? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? നിങ്ങൾ പറയണ മറുപടി ഇത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുക്തി വെച്ചുകൊണ്ട് സംസാരിക്കാൻ വരരുത്. നിങ്ങൾ KNM പാളയത്തിൽ നിന്ന് പുറത്തേക്ക് കാല് വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത്. അവരമൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കും അമൽ ചെയ്യേണ്ടി വരും. എങ്ങനെയുണ്ട് ഗവേഷണം? മൂപ്പർ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ വസീലത്തിൽ ഷിർക്കും ഹറാമ് എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ മൂപ്പർ പറയുന്നുണ്ട്. ഇത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് മൂപ്പർ കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്നാലും മൂപ്പർ പറഞ്ഞിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പറഞ്ഞു വരുന്നത് എന്താണ്? വസീലത്തിൽ ഷിർക്കും ഹറാമും എന്നൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ, വട്ടം കറക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവർക്ക് തേടാമെന്ന് തന്നെയാണ് വാദം എന്നൊക്കെ പറഞ്ഞു വരുത്തി തീർക്കാനാണ് മൂപ്പർ ചെയ്തത്. പക്ഷേ ഇദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞാൽ മറ്റൊരു കള്ളക്കുഴി മാന്തിയിട്ട് കുഴിയിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ മൂപ്പർ തന്നെ പോയി കുഴിയിലേക്ക് വീഴുന്ന ഒരു ദയനീയ അവസ്ഥ, കള്ളക്കുഴിയിലേക്ക് പോയി മൂപ്പർ തന്നെ വീഴുന്ന ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇമാമികൾ ചെയ്താലും ആജറ ബീബി നിങ്ങൾ വിശദീകരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അമൽ ചെയ്യാലോ? നിങ്ങൾ വിശദീകരിക്കുന്ന ഈ വിശദീകരണം വെച്ചാൽ തന്നെ അവർ ചെയ്തത് എന്താണ്? പച്ച ഷിർക്ക് എന്നല്ലേ? ആജറ ബീബി മുശ്രിക്ക്, അതേപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്ക്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നിൽക്കുകയും ചെയ്യില്ല. ഒരുപാട് പണ്ഡിതന്മാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞിട്ട് അവരൊക്കെ എന്താണ്? മുശ്രിക്കാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ മുശ്രിക്കാണ്. അതേപോലെ സക്കരിയ സുലൈ റഹിമഹുല്ല മുശ്രിക്കാണ്. ഈ രീതിയിൽ നിങ്ങളെ വാദപ്രകാരം വരിക. അവരൊക്കെ ജിന്നിനോട് തേടി എന്ന വരുത്തി തീർക്കുക, തേടാമെന്ന് പറയുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിയത്. ഇവിടെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. അദ്ദേഹം സഹീഹാണെന്ന നിലയിൽ അമൽ ചെയ്തിട്ടുണ്ട്. അത് കിതാബിലുള്ള കാര്യമാണ്, അല്ലാണ്ട് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. ആജറാബിൻ്റെ വിഷയം മറ്റൊരു വിഷയമാണ്. ഈ ആയിബാദ എന്ന് പറയുന്ന ഹദീസ് തന്നെ ഇല്ല എന്ന് വെക്കുക. അങ്ങനെ ഒരു സംഭവം തന്നെ ചർച്ചയ്ക്കില്ല എന്ന് വെക്കുക. അവിടെ വിഷയം വേറെയാണ്. മനസ്സിലായല്ലോ? ആടെ വിഷയം വരെ നിങ്ങളുടെ വാദം എന്താണ്? ആ വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള പണ്ഡിതന്മാരും ആലിമീങ്ങളും ദഅവാ രംഗത്തുള്ള ആളുകളുമൊക്കെ ആ രീതിയിൽ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതായത് ജിന്നാണോ എങ്കിൽ ഷിർക്ക്, മലക്കാണോ എങ്കിൽ ഷിർക്ക് എന്ന വാദം കൊണ്ടുവന്നപ്പോൾ ചോദിച്ചതാണ് എന്ത്? ഇങ്ങനെ ആജറ ബീബിയുടെ സംഭവമുണ്ടല്ലോ, ഷിർക്കാണോ എന്ന് ചോദിച്ചു. കാരണം എന്താണ്? ആജറ ബീവിയുടെ മുന്നിലേക്ക് വന്നു, ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ജിബിരിയിലാണെന്ന് അറിഞ്ഞു. ജിബിരിയിലിനോട് പിന്നെ കിണർ മറ്റേ ഇതുണ്ടല്ലോ സംസമിൻ്റെ, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുന്നു. അത് ഞാൻ പറയണ്ട, നിങ്ങളുടെ അനസ് മുസ്ലിയാർ പറയുന്നത് തന്നെ. അന്ന് അവര് മറുപടി പറഞ്ഞ കൂട്ടത്തില് ആജറ റളിയല്ലാഹു അതേ ആയിഷയാണെന്ന് വെച്ചിട്ട് മലക്കിനോട് ജിബ്രീലിനോട് എന്ത് സഹായം തേടി അവിടെ സാന്നിധ്യം അങ്ങനെ സംഗതി പറഞ്ഞായിരുന്നല്ലോ. അതെന്താണ് ആ സംഭവം? അതെന്നോടൊന്ന് രാവിലെ ചെയ്തിരുന്നു, വൈകുന്നേരം നമ്മൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞ് അതെന്ന് വെച്ചൊന്നുമില്ല, സഹായം നേടുന്നല്ലോ. അതെന്ന് വെച്ചല്ലേ ചപ്പാമറക്കടയില് പോയില്ല അവര്. മറ്റേ ഇസ്മായിൽ അലൈഹിസ്സലാമുണ്ട്. ഇസ്ലാമിന്റെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ആരാന്ന് വെച്ചു ജിബ്രീലാന്ന് പറഞ്ഞു. അപ്പൊ ഫായിസ് ഇൻകുന്ത എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. അത് നീ എന്നെ സഹായിക്കുന്നു, എന്റെ വല്ല സഹായം ഉണ്ടെങ്കിൽ
എന്നെ സഹായിക്കുന്നു പറഞ്ഞു. ആരെ? ഹാജറ. ആ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അത് മാന്തി കൊടുത്തു സംസമിന്റെ ആ ഭാഗേ. ശരി ശരി. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ മുന്നേ ഒരു മലക്ക് അതിന്റെ തന്നെ സഹായിക്കുന്നു പറയുന്ന ഒരു തെറ്റൊന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ. ഹാജർ അലി വെറുതെ ജിബ്രീലിനെ വിളിച്ചില്ലല്ലോ. ആരാണ് ജിബ്രീലാന്ന് പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ സഹായിക്കും, അത്രേ പറഞ്ഞുള്ളൂ. അതിപ്പോ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ വന്ന് സാധാരണ സംസാരിക്കുന്ന സംസാരം പോലെ മനുഷ്യന്മാരോട് പറയുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? തെറ്റൊന്നുമില്ല എന്നാ പറയുന്നത്. സംഭവം ശരിയാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വാദപ്രകാരം ഇവിടെ എന്താണ് വരിക? ഹാജറ ബീബി ചെയ്തത് ഷിർക്ക്. നിങ്ങളുടെ കിർക്കൻ വാദങ്ങൾ അങ്ങനെ രീതിയിലാണ്. നിങ്ങൾ തുടർന്ന് പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. അവർ അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ജിന്നിനോട് നമ്മൾക്ക് സഹായം ചോദിക്കാം എന്നിടത്തേക്കാണ് എത്തുന്നത്. അപ്പം നിങ്ങൾ ഒന്നിക്കൽ നിങ്ങൾ ഇത് വസീല ശിർക്ക് ഹറാമ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക. രണ്ടിലൊന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലേ നിങ്ങൾ പറയുന്നതിൻ്റെ നിലപാട് വരുകയുള്ളൂ. പക്ഷെ രണ്ടും കൂടി പറയുമ്പോഴെന്താകുന്നു? ഇവിടെ വൈരുദ്ധ്യം വരുന്നുണ്ട്. അതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്. മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ പ്രമാണത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അള്ളാഹുവിൻ്റെ കലാം എന്താണ് പറയുന്നത്? ജിന്നിനെ വിളിക്കൽ ശിർക്കാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞിരിക്കുന്നത്. ജിന്നിനെ വിളിക്കൽ എല്ലാം ഷിർക്കാണ് എന്ന് ഖുർആനിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് ആയത്തിലാണ് എന്ന് ഇദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞ അവസ്ഥക്ക് ഏത് ആയത്തിലാണ്? അതായത് ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയാണല്ലോ ഇത് പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ ഹാജറ ബീബി ചെയ്തതും ഇതൊക്കെ ഷിർക്കായ ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിലാണ് മൂപ്പരുടെ സംസാരം വരുന്നത്. എന്ത് ചോദിച്ചാലും അത് ഷിർക്കാണ്. അതായത് എങ്ങനെ പറഞ്ഞാലും അത് ഷിർക്കാണ്. ജിന്നാണോ എങ്കിൽ ഷിർക്കാണ്, മലക്കാണോ എങ്കിൽ ഷിർക്കാണ്. ഇതാണ് മൂപ്പരുടെ വാദം. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം ഇത് ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു തരേണ്ടി വരും. അപ്പം നമ്മളതിനെ അള്ളാഹുവിൻ്റെ കലാമിനെ മറികടന്നുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ കംപ്ലീറ്റ് നിഷേധിച്ചു. അള്ളാഹ് അങ്ങനെ ഷിർക്കാണെന്നാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. വിഡംകാർ പറയുന്നത് ഷിർക്കല്ല, കംപ്ലീറ്റ് നിഷേധിച്ചു. ഇത് വിസ്റ്റംകാർ പറഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത്. ഇത് ഒരുപാട് ഉലമാക്കൾ സംസാരിച്ച് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. വിസ്റ്റംകാറിലും പിന്നെ വരുന്നത് മനസ്സിലായല്ലോ. ഇത് ഉലമാക്കൾ സംസാരിച്ച് അവർക്കൊന്നും ഖുർആൻ തിരിഞ്ഞതായിരിക്കും പണക്കാൻ ആബിദ് മേൽച്ചാക്ക്. ആ രൂപത്തിലാണ് മൂപ്പര സംസാരം പോകുന്നത്. തിരിഞ്ഞത് ആബിദ് മേൽച്ചാക്ക്. ലോകത്ത് കഴിഞ്ഞു പോയ മുൻഗാമികളായ പണ്ഡിതന്മാർക്ക് ആർക്കും ദീൻ തിരിഞ്ഞില്ല. തിരിഞ്ഞത് നമ്മുടെ ആബിദ് മേൽച്ചാക്ക്. അതുകൊണ്ട് തന്നെ അവർ ഖുർആനെ നിഷേധിച്ചു. ആബിദ് മേൽച്ച ഖുർആനെ പൂർണ്ണമായി ഗവേഷണം നടത്തി കണ്ടെത്തി വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഒറ്റ പോയിന്റ് അവിടുത്തെ എന്ത് നമുക്ക് മനസ്സിലായി? ഖുർആൻ കംപ്ലീഷൻ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി തീരും? നിങ്ങൾ തന്നെ പറഞ്ഞോ. ഏറ്റവും നമ്മുടെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്തിനു വേണ്ടിയിട്ട്? ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ. മാന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ഒന്നും അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മാന? പ്രവാചകന്മാർ നിയോഗിച്ചതും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നിങ്ങൾ ഈ രൂപത്തിലേക്ക് കാണുന്നത്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ രൂപത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ പറയുന്ന വിഷയം. അതിനല്ല പ്രവാചകന്മാർ വന്നത് ഒറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയല്ല. അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. പിന്നെന്താ? അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നില്ലതിൽ ആർക്കാരുടെ തർക്ക വിഷയമില്ല. അള്ളാഹു അല്ലാത്ത ഇത് മഹ്ലൂക്കിനൊരു തേടിയും ഷിർക്കാണെന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാരും ഉലമാക്കളും ദായികളും ഒക്കെ പറയുന്നത്. നിങ്ങളിതിനെ വളച്ചൊടിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാലായക്തിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹു തആലക്ക് മാത്രം ആസായ കാര്യം അള്ളാഹുവിൻ്റെ ഏത് പടപ്പിൽ നിന്ന് പ്രതീക്ഷിച്ചാലും അത് ഷിർക്കാണ്. ഇവിടെ നമ്മുടെ വിഷയം അതല്ലല്ലോ, പ്രാർത്ഥനയല്ലല്ലോ നമ്മുടെ വിഷയം. നിങ്ങളത് പ്രാർത്ഥനയാണ് എന്ന് പറയുന്നു. ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് അത് പ്രാർത്ഥനയാകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നു ജിന്നാണ് എങ്കിൽ ഷിർക്കാണ്, മലക്കാണ് എങ്കിൽ ഷിർക്കാണ്, ഇങ്ങനെ കിർക്കാണ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. എങ്ങനെയാണ് ഇത് ഷിർക്കാകുന്നത് എന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറ. എന്തൊക്കെ കാരണം കൊണ്ട് ഇത് ഷിർക്കാകും? അദൃശ്യ ശക്തികളാണ് എന്ന അടിസ്ഥാനത്തിലാണോ ഷിർക്കാകുന്നത്? നിങ്ങൾ നിങ്ങളുടെ യുക്തി കൊണ്ട് അളക്കുന്നത് കൊണ്ടാണ് വിഷയം. അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ഷിർക്ക് എന്ന് നിങ്ങൾ പറയുന്നു.
അത് ഞങ്ങളും പറയുന്നു. അള്ളാഹുവിൻ്റെ മറ്റുള്ള വിഷയങ്ങൾ നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന വിഷയം നമ്മളിപ്പോൾ ഇവിടെ എന്താണ്, ഒരു സഹായം തേടുക എന്ന അർത്ഥത്തിലാണ് ഈ വിഷയം പറയുന്നത്. ഈ സഹായം തേടുക എന്ന അർത്ഥത്തിൽ മാത്രമുള്ളൊരു ചർച്ചയാണ്. ഈ അർത്ഥത്തിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സഹായം തേടുക, ഇല്ലെങ്കിൽ ഈ സഹായം ചോദിക്കുക, തേടുക എന്ന പ്രയോഗം പോലും നമ്മൾ പിൻവലിക്കണം. എന്നിട്ട് ചോദിക്കുക, ജിന്നിനോട് ചോദിക്കുക, മലക്കിനോട് ചോദിക്കുക എന്ന് പറയുന്നത് അത് ഏതടിസ്ഥാനത്തിലാണ് ഷിർക്കാകുന്നത് എന്ന് നിങ്ങൾ തന്നെ വ്യക്തമായി പറ. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്കറിയില്ല, എന്താണ് പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിനോട് മാത്രമെന്നാണ് ഖുർആൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എവിടത്തേക്കായി പോകുന്നത്? ഒന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമ്മൾക്ക് സംഗതി പിടുത്തം കിട്ടൂലേ? അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ശിർക്കല്ലാന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 90% ആ വിളിയിലേക്കാണ് നമ്മൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ എങ്ങോട്ടേക്കാണ് എത്തുന്നത്. അത് നിങ്ങളെ ഗവേഷണം മാത്രമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന്, വസീലത്തിരിക്കും ഹറാമുമാണെന്ന് പറഞ്ഞു. ഒരാൾ ഒരു സ്ഥലത്ത് എത്തപ്പെട്ടു, എവിടെയെങ്കിലും ഒരു വിജനമായ സ്ഥലത്തോ മറ്റ് സ്ഥലങ്ങളിലോ എത്തപ്പെട്ടു, ആരെയും കാണുന്നില്ല, പ്രയാസമാണല്ലോ ഉള്ളത്. അപ്പം എന്ത് മനസ്സിലാക്കുവാടെ? അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹിനെ വിളിച്ച് സഹായം തേടണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ഈ പറയുന്ന ഗവേഷണത്തിൻ്റെ മറുപടി ഞാൻ വേറെ തരാം. ആരോടെ വിളിച്ച് സഹായം ചോദിക്കും. കാരണം എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ നമുക്ക് ശിർക്കല്ലാന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഹറാമു വസീലത്ത് ശിർക്കല്ലേ, അത് പിന്നെ അത് നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. അങ്ങനെ ഒരു തൗബയുണ്ടോ കാക്ക? എന്ത് വിവരക്കേടാ നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? ഒരാൾക്ക് ഹറാമാണ് എന്നും അത് ശിർക്കിലേക്കുള്ള വഴിയാണെന്ന് ബോധ്യപ്പെട്ടു. ഹറാമായ ഒരു കാര്യം നമുക്ക് പിന്നെ തൗബ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? അപ്പോൾ എവിടത്തേക്ക് എത്തും? ഇതാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഗൗരവം മനസ്സിലാക്കാനൊന്നുമില്ല, നിങ്ങൾ വിവരക്കേട് വിളിച്ചറിയുന്നത്. ഒരാൾ മനസ്സിലാക്കിയാണ് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അതിനുള്ള അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം പറയുന്നത് ഏതായാലും ഒരു കിട്ടിയ ചാൻസ് അല്ലേ, നമുക്കന്ന് വ്യഭിചരിച്ച് കളഞ്ഞാൽ അന്യ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ തൗബ ചെയ്യാലോ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഒരുത്തൻ മദ്യം കുറേ ചങ്ങായിമാർ ഒന്നിച്ചിരിക്കുകയാണ്, എന്നിട്ട് ആടെ ചങ്ങായിമാരൊക്കെ വെള്ളടിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഓരോ ആ ഗ്രൂപ്പ് പെട്ടു, ആ കൂട്ടത്തിൽ പെട്ടു. എന്നാൽ ആ കൂട്ടത്തിൽ ഇരിക്കാൻ പാടുണ്ടോ? ഹറാമല്ലേ. കുടിക്കണ്ട, ഇരിക്കാൻ പാടുണ്ടോ? ഹറാമല്ലേ. എന്നാൽ തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കുക, അപ്പോൾ ചങ്ങായിമാറിൽ അവരെ ചോടിപ്പിക്കണ്ട, പിന്നെ നമുക്ക് എന്നാ തൗബ ചെയ്യാം എന്ന രീതിയിൽ അങ്ങനെ ഒരു തൗബയുണ്ടോ കാക്ക? അങ്ങനെ ഉണ്ടോ? പലിശയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തൗബയുണ്ടോ? അങ്ങനെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു, അങ്ങനെ ഒരു തൗബയുണ്ടോ? പിന്നെ എന്ത് പൊട്ടത്തരമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നത്? മറ്റുള്ളവർ കേൾക്കുന്നില്ല, ചിന്ത പോലും ഇല്ലേ? ഇത് ട്രോളാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ ഇന്ന് നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട്? പിന്നീട് പറയുന്നത് നമ്മുടെ റമീൽ ഉസ്താദിൻ്റെ സംസാരത്തിൽ നിന്ന് കേട്ടത് എവിടെയാണ് വിഘ്നംകാർ ജിന്നിനോട് പ്രാർത്ഥിക്കാം, സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നേർച്ച അയച്ചേരട്ടേനും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഇവിടെ സംസാരം പ്രാർത്ഥനയോ ഇല്ല മറ്റുള്ള വിഷയങ്ങളോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ തമ്മിലുള്ള തർക്കം എന്താണ്? ഒരു സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം അതായത് സൃഷ്ടി കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഷിർക്കാകും? ഈ വിഷയമാണ് ഷിർക്കാകും എന്നത് എങ്ങനെയാണ്, അതാണ് നമ്മുടെ ചോദ്യവും തർക്കവും. അതല്ലാണ്ട് നിങ്ങൾ അതിലേക്ക് പ്രാർത്ഥന ഒന്നും ഇങ്ങനെ ഗവേഷണം നടത്തി മറ്റേ പേരോടിൻ്റെ പണിയൊന്നും നിങ്ങളുടെ എടുക്കണ്ട. മനസ്സിലായി? ചെറുങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് പ്രാർത്ഥിക്കുക എന്നല്ല, ജിന്നിനോട് സഹായം തേടാം എന്ന്. അതായത് നമ്മൾ ഈ പറയുന്ന വസീലത്തിൻ്റെ ഷിർക്കും ഹറാമുമാണ് എന്ന് പറയുന്ന വിഷയം അതിൻ്റെ അപ്പുറത്തേക്കുള്ളതല്ല, പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് വരുന്നതല്ല. ഈ രീതിയിലുള്ള സഹായം തേടിക്കോളൂ, ഒരു പ്രശ്നവുമില്ല എന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ? അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എല്ലാം അതായത് ഈ ശിർക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റേജും പേജിലും ജിന്നിനെ വിളിക്കാമെന്ന് പറയേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? നിസ്കരിക്കാനും നോമ്പോക്കാനും സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേജിലും പേജിലും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ പറയേണ്ടി വരും. മനസ്സിലായല്ലോ? അല്ലാതെ ഇല്ലാത്തൊരു വാദം നമ്മൾ വെച്ച് കെട്ടാൻ പാടില്ല. ഒരാൾ മദ്യപിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ സമസ്തക്കാരുടെ മുസ്ലിയാക്കന്മാരെ കുറിച്ച് ചില കേസുകളിൽ പിടിക്കപ്പെടാറുണ്ട്. ഒരുപാട് കള്ളക്കേസ് ചില കേസുകളിൽ പിടിക്കപ്പെടാറുണ്ട്. അത് വെച്ച് അവർക്കൊക്കെ അത് അനുവദനീയമാണ്, അവർ ഹലാലാണെന്ന് വാദിക്കുന്നവരാണ്, അങ്ങനെ പറയാറുണ്ടോ?
ആരെങ്കിലും പറയാറുണ്ടോ? പള്ളി ദർസിലെയും മദ്രസിലെയൊക്കെ കുട്ടികളെ ഇതാക്കി എന്ന് പറഞ്ഞിട്ട് പലതും വരാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ആരെങ്കിലും അതൊക്കെ അവർക്ക് അനുവദനീയമാണ് എന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, അങ്ങനെ ആരെങ്കിലും വാദിക്കാറുണ്ടോ? മുസ്ലിയാക്കന്മാരുടെ ദേഷ്യം വെച്ചുകൊണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ പേരിൽ ആരോപിക്കാറുണ്ടോ? ഇല്ല. അവരും പറയുന്നത് ഹറാമാണ്, ചില തോന്നിവാസം ചെയ്തു, അവരതിൽ പിടിക്കപ്പെട്ടു, ഇങ്ങനെയൊക്കെ സംഭവമാണ്. അതുപോലെ പല വിഷയങ്ങളും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊക്കെ ആരെങ്കിലും ഹലാലാക്കിയത് കൊണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന് സൂട്ടായ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളത് മുസ്ലിയാക്കന്മാർ ക്ഷമിക്കണം, നിങ്ങളെ മൊത്തത്തിൽ പറഞ്ഞതല്ല. പറയേണ്ടതുണ്ടോ? കാരണം ഒരു മനുഷ്യനിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എവിടെയും പോകുന്നില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം എന്തെന്ന്? നമ്മുടെ വിശ്വാസം എന്ത്? ആരെയും വിളിക്കാം, ആരോടും സഹായം ചോദിക്കാം, പ്രാർത്ഥിക്കാം എന്നുള്ള വിശ്വാസം. മനസ്സിലായല്ലോ? സമസ്തക്കാർ നമ്മൾ തമ്മിലുള്ള തർക്ക വിഷയം തന്നെ അതാണ്. വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോവർ. ഇത് സമസ്തക്കാർ സാധാരണക്കാരായ പാമര ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന വിഷയമാണ് കാക്ക. അവരെന്താണ് പറയുന്നത്? മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത് കാക്ക. അപ്പോൾ നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അങ്ങനെ ആരോടും പ്രാർത്ഥിക്കാം, ആരോടും അങ്ങനെ ഇസ്തിഹാസ നടത്താം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്നൊന്നും ഇവിടെ ആരും തർക്കിക്കുന്നില്ല, മുസ്ലിയാക്കന്മാരല്ലാതെ. ഇവിടെ നമ്മളും നിങ്ങളും തമ്മിലുള്ള തർക്ക വിഷയം എന്താണ്? ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ എവിടത്തേക്കായി വളച്ച് തിരിച്ചു കൊണ്ടുപോകും? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പല ഉഡായ്പകൾ നടത്തുകയാണ്. പക്ഷേ നിങ്ങൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കും വിവരക്കേടിൽ നിന്ന് അങ്ങേയറ്റത്തെ വിവരക്കേടിലേക്കും നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ സംസാരം ഓരോന്നോരോന്ന് കഴിയുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാതെ വീഡിയോ ചെയ്യാൻ വരരുത്, സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കരുത്. മനസ്സിലായല്ലോ? കള്ളത്തരങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കരുത്. മരിക്കണ്ടേ കാക്ക, മരിക്കണ്ടേ? നമുക്കുണ്ടായാൽ തന്നെ പോലെ ശിർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതായത് ആരെയും പിടിക്കുക എന്നുള്ള വിശ്വാസം തന്നെ വന്നാൽ ശരിക്കും നമ്മൾ കടന്നുകൂടിയില്ലേ? പ്രമാണവിരുദ്ധമായില്ലേ? അപ്പം നമ്മളിത് ഈ സ്റ്റേജിലും പ്രൈജിലും കെട്ടി പ്രസംഗിക്കുന്ന എന്തുണ്ടാ? ഇത്തരം ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് ശിർക്കിൻ്റെ ഭാഗത്തിലേക്ക് വരുന്നത്. എന്താ നമ്മളെ റമീൽ ഉസ്താദെ നിങ്ങൾ ഈ രൂപത്തിൽ കാണുന്നത്? നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയുന്നത് നമ്മെന്ത് രൂപത്തിൽ കാണേണ്ടത്? നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ എന്താണെന്ന് പോലും ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ പല ഫൈസൽ മൗലവിൻ്റെ അടുത്തേക്ക് പോയി എന്താണ് സുബൈർ സലഫിയെ ഫോൺ വിളിച്ചു, മുനീർ ഷറഫിയെ ഫോൺ വിളിച്ചു എന്നൊക്കെ ഗീർവാണം മുഴക്കി വീഡിയോ ഇറക്കുന്നത് എന്നല്ല നിങ്ങൾ വിവരക്കേടായി വിളിച്ചു പറയുന്നത്. നിങ്ങൾ തമ്മിൽ തർക്കത്തിലെ വിഷയമേ അല്ല നിങ്ങൾ സംസാരിക്കുന്നത്. കുറേ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് എത്തിയത്. മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഈ സംസാരിച്ച 1, 2, 3 തവണ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ പച്ച പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്ന്. പിന്നീട് ഞാൻ റമീൽ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ മൂസാജി മുക്കിൽ പള്ളിയിൽ നമസ്കരിക്കാൻ വന്നപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 മാസം അല്ലെങ്കിൽ ഏകദേശം 1 വർഷമായിട്ടുണ്ടാവാം. ഞാൻ ഉസ്താദിനെ ചോദിച്ചു, ജിന്നിനെ വിളിക്കൽ എന്താണ്? അത് അപ്പം പറഞ്ഞു ശരിക്കല്ല. അപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ മുസ്ലിയാക്കന്മാർക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കൽ? അവർ ചോദിച്ചാൽ പറയണം അത് ശരിക്കാണെന്ന് പറയണം. അവരോട് സംസാരിക്കാനും പാടില്ല. എങ്ങനെയുണ്ട്? ഇത് ഇസ്ലാമിക നിയമവശങ്ങളാ ഈ പറഞ്ഞ ഈ സംസാരം? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പടനയിൽ മൂസാജി മുക്കിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെയുള്ള മൂസാജി മുക്കിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് അദ്ദേഹവും വേറൊരാളും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യൻ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം ഇത് പറഞ്ഞ സമയത്ത് മൂപ്പർ നേരെ എടുത്തു ചാടി ആയിബാദത്തിൻ്റെ വിഷയത്തിലേക്ക്. ഇനി മൂപ്പറിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഇപ്പോൾ ആയിബാദ് എന്ന വിഷയത്തിൽ നിൻ്റെ നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞത് ഷിർക്കായ ഒരു അല്ലെങ്കിൽ ഇസ്തിഹാനത്തിലേക്ക് അത് പോകില്ല, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലേക്ക് അത് പോകുന്നില്ല. അത് കേവലം ഒരു സൃഷ്ടിയോട് അതിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിക്കുക എന്ന അർത്ഥത്തിലാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഷിർക്കല്ല.
അത് ഹറാമാണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അദൃശ്യ ശക്തികൾ എന്ന രീതിയിൽ അതിനോട് സഹായം തേടാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ഷിർക്കിലേക്കുള്ള ഒരു വഴിയായിക്കൊണ്ടും അതുപോലെ തന്നെ ഹുക്കും ഹറാമായിക്കൊണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. എന്നിട്ടാകുമ്പം അദ്ദേഹം തുടർന്ന് എന്നോട് ചോദിക്കുന്നത്, അപ്പോൾ സമസ്തക്കാർ ഈ ആയിബാദുള്ള വിഷയം കൊണ്ടുവന്നാൽ എന്ത് മറുപടിയാണ് പറയുക? അന്നേരം ഞാൻ പറഞ്ഞു, അവരുടെ വിശ്വാസമാണ് അവിടെ പരിഗണിക്കുന്നത്. സമസ്തക്കാർ ആയിബാദുള്ള എന്ത് കൊണ്ടുവന്നാലും അത് ഷിർക്കാണ് എന്ന് തന്നെ നമ്മൾ പറയണം. അവരോട് ഈ വിഷയത്തിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അതിൻ്റെ ഉൾഭാഗത്ത് അവരുടെ വിശ്വാസമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഈ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഈ മൂപ്പർ ഇത് വലിയ സംഭവമായി ഞാനെന്തോ വലിയ അപരാധം ചെയ്തു എന്ന രീതിയിലല്ലേ. ആ ആൺകുട്ടികൾ പണ്ടേ ഇതെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ ഈ കിണറിലെ തവണ കണക്കി ആയതുകൊണ്ടാണ് ഈ വിഷയം. ഇവിടെ സമസ്തയുടെ പുരോഹിത വർഗം ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. അന്ന് ആൺകുട്ടികൾ അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നടന്നൊരു സംവാദമുണ്ട്. ജക്കരിയ സലാഹി റഹിമഹുല്ലയും കുബൂരികളും തമ്മിൽ നടന്നൊരു സംവാദം. അവിടെ ഈ ആയിബാദ കൊണ്ടുവന്നപ്പോൾ അഹ്ലുസുന്നയുടെ ആ പണ്ഡിതൻ ആർജവത്തോടെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഇസ്തിഗാസക്ക് തെളിവല്ല ഇത്, നിങ്ങൾ ഇസ്തിഗാസക്കാണ് തെളിവ് കൊണ്ടിട്ട്, ഇത് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസയുമായി ബന്ധം ഇല്ല. അന്ന് നിങ്ങളിപ്പോൾ ഈ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന പുരോഹിതന്മാരൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ, അവരെന്തേ അതിനെ എതിർത്തില്ല? അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എതിർത്തില്ല. അങ്ങനൊരു വാദം തന്നെ വരാൻ പാടില്ലല്ലോ. അവരും ഉണ്ടാതിരുന്നു. പോട്ടെ, അതൊക്കെ വിട്. അതിനുശേഷം ഈ ചർച്ചകളും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം പൊന്നാനിയിൽ വെച്ച് അഹ്ലുസുന്നയുടെ മക്കളുമായി കുബൂരി പുരോഹിതന്മാരുടെ ചിങ്കടികൾ സംവാദം നടത്തി. കുറേ മുസ്ലിയാർ കുട്ടികളും ആളുകളുമൊക്കെ വന്ന് സംസാരിച്ചു. വലിയ ഡിഗ്രിയുള്ള മുസ്ലിയാർ കുട്ടികൾ തന്നെയാണ്. അവരൊക്കെയായി സംവാദം നടന്നു പൊന്നാനിയിൽ വെച്ച്. ആ സംവാദത്തിൽ അവർ ഇതേ ചോദ്യം ചോദിച്ചു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മുശ്രിക്കാണോ വഹാബി എന്ന രീതിയിലൊക്കെ വിളിച്ചുകൊണ്ട്, ഇമാം നവവി മുശ്രിക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിന് അഹ്ലുസുന്നയുടെ ആൺകുട്ടികൾ മറുപടി കൊടുത്തിട്ടുണ്ട്, ചങ്കൂറ്റത്തോടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണും. ബഹുമാനപ്പെട്ട നബി ഇമാം മുശ്രിക്കാണോ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? ഇനി അടുത്തത് സിൽസിലയിൽ ബഹുമാനപ്പെട്ട നിങ്ങൾ അൽബാനി പറയുന്നു ബിസനദിൻ സഹീഹ്. ഒന്നുകൂടി, ബഹുമാനപ്പെട്ട രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇസ്തിഗാസ കൃത്യമായി നടത്തിയ ഇമാം നബവി തങ്ങൾ മുശ്രിക്കാണോ? നിങ്ങൾക്ക് ശിർക്ക് എന്നോട് പറഞ്ഞു നടക്കുക. ലോകത്തുള്ള സർവ്വ ആളുകളും മുശ്രിക്ക്, നിങ്ങളൊരു 5-10 ആള് സ്വർഗത്തിൽ. അത് നടക്കൂല. ജനങ്ങൾ പഠിക്കട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് സൽമാൻ പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. فمن استعاذ بغير الله على وجه التخليص من الشرور التي لا يدفعها إلا علام الغيوب فهو بمن استعاذ به مشرك. എന്താണ് ഇവിടെ പറയുന്നത്? സുവൈദ് പറയുന്ന അറിയോ? ഇവിടെ സൃഷ്ടികൾക്ക് കഴിവിനതീതമായ എന്ന നിലക്ക് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് വ്യക്തമായി തന്നെ സുവൈദ് റഹിമഹുല്ലാഹ് പറയുന്നു. ആ അർത്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിർക്കല്ല. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് തന്നെ ശിർക്കില്ല. അതുപോലെ തന്നെ ഇമാം നബി റഹിമഹുല്ലാഹ് ആ തരത്തിലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടില്ല. വാദം എന്താണ്? വാദം അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ്, അഥവാ കാര്യകാരണബന്ധത്തിന് അതീതമായിട്ടുള്ള സഹായത്തേട്ടം. ആ തരത്തിലുള്ള സഹായത്തേട്ടം ആരും നടത്തിയിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല, ഇമാം നവവി റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മുശ്രിക്കീങ്ങളല്ല. പക്ഷേ നിങ്ങൾ മുശ്രിക്കീങ്ങൾ ആണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ വിശ്വാസം ഈ നിൽക്കുന്ന ഞങ്ങളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ്. ആ തരത്തിലുള്ള വിശ്വാസം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇല്ല. ആ തരത്തിലുള്ള വിശ്വാസം ഇമാം നവവി റഹിമഹുല്ലാഹ് ഇല്ല. ആ തരത്തിലുള്ള വിശ്വാസം മുസ്ലിം സമൂഹത്തിലെ ഒറ്റ പണ്ഡിതനും. മനസ്സിലായല്ലോ? ഇതാണ് വിഷയം. നമ്മൾ കൃത്യമായി തന്നെ മുമ്പേ ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഖുറാഫികൾക്ക്. പിന്നെ നിങ്ങൾ വലിയ ഗീർവാണം കണക്ക് ഇത് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ആവിദം മേൽച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞ വിവരക്കേടിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പല പൊട്ടത്തരം വിളിച്ചു പറയുന്നു എന്നതിനപ്പുറം ഇതിലൊരു കാര്യവുമില്ല. പിന്നെ നിങ്ങളിവിടെ കാര്യമായി സംസാരിച്ചത് ഒരുപാട് ലെങ്ത് വന്നുകൊണ്ടാണ് ഞാനിത് ഷോർട്ടാക്കുന്നത്. നിങ്ങൾ കാര്യമായി പിന്നെ നമ്മൾ ജിന്നോട് സഹായം തേടാം, ഞാൻ എൻ്റെ കഴിഞ്ഞ ചോദ്യത്തിനൊക്കെ മറുപടി ആയിക്കൊണ്ട് പിന്നെ ജിന്നോട് സഹായം തേടാം, അത് വസീലത്തിന് ശിർക്കും ഹറാമും എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മുടെ കൊച്ചിയിലുള്ള അബു അഹമ്മദ് ഉസ്താദിൻ്റെ സംസാരമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആരോ മുറിച്ചിട്ട കുറച്ച് ക്ലിപ്പുകളാണ് ഉണ്ടെന്ന്. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി കേട്ട ഒരുപക്ഷെ നിങ്ങൾക്ക് നേരം വെളുത്തേക്കാം.
നിങ്ങൾക്ക് ട്യൂബ് കത്തിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണണമെന്നാണ് ആബിദ് മേൽ ചാനലും അതുപോലെ തന്നെ ഇദ്ദേഹത്തെയൊക്കെ പേറി നടക്കുന്ന ആളുകളും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട. ആ വിഷയം കൃത്യമായി കേട്ട് കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാകും. ഏതായാലും മുറിച്ചിട്ട ക്ലിപ്പും കൊണ്ടല്ല വരേണ്ടത്, ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. നിങ്ങൾ അടുത്ത വീഡിയോയിലെങ്കിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കാണിക്കുക. ഇല്ല എന്നത് വ്യക്തമാണ്, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളത് ആ രീതിയിൽ കാണുക. പിന്നെ നിങ്ങളോട് അവസാനമായ ഒരു ചോദ്യം, ഇപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു, അതിനൊക്കെ മറുപടി പറയാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ മറുപടി പറയുക. ഒരു അവസാനമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഇപ്പം ജിന്നാണ് എങ്കിൽ ഷിർക്കാണ്, മലക്കാണ് എങ്കിൽ ഷിർക്കാണ് എന്നതാണല്ലോ നിങ്ങളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്, നിങ്ങളുടെ വാദം അതാണ് എന്നാണല്ലോ മനസ്സിലായത്. എങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില വിഷയങ്ങൾ കുഫറാകും. മനസ്സിലായല്ലോ? അള്ളാഹുവിനോട് പരിഹസിക്കുന്ന രൂപത്തിലുള്ള ചില ചോദ്യങ്ങൾ വന്നാൽ അത് കുഫറാകും. ഈ കാര്യം ജിന്നിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഹുക്കം, അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. മനസ്സിലായല്ലോ? അതും ഷിർക്കാണോ നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങളെ കിർക്ക് ഇതിനോട് മാറും. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറക്കരുത്, നമ്മുടെ അബു അഹമ്മദ് ഉസ്താദിൻ്റെ സംസാരം അതിൻ്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ട്, അത് കാണാൻ നിങ്ങൾ മറക്കരുത്. വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.